ആർ രാജീവ് അന്വേഷണ പുരോഗതി സംബന്ധിച്ച് അതുപോലെ ഇനിയുള്ള അന്വേഷണം എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് എന്താണ് പുതിയ വിവരം? പ്രദീപ്, നമ്മൾ അല്പം മുമ്പ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാറുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം നൽകുന്ന വിവരമനുസരിച്ച് കൂടുതൽ പോലീസിനെ ഈ കന്യാകുമാരിയിലേക്ക് വിടുന്നുണ്ട്. തിരച്ചിൽ വ്യാപകമാക്കണം എന്ന് തന്നെയാണ് പോലീസും കരുതുന്നത്. കാരണം കുട്ടി കന്യാകുമാരിയിൽ തന്നെ ഉണ്ട് എന്ന സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നു. ഇതിൽ ചില സംശയങ്ങൾ പോലീസ് മുന്നോട്ട് വെക്കുന്നത് ഒരുപക്ഷെ കന്യാകുമാരിയിൽ എത്തിയതിനു ശേഷം മറ്റെവിടേക്കെങ്കിലും പോയിട്ടുണ്ടോ എന്നുള്ളതാണ്. കുട്ടിയുടെ സഹോദരൻ ചെന്നൈയിലുണ്ട്. ഒരുപക്ഷെ ഈ ചെന്നൈയിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്ന് പോലീസ് നിലവിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കന്യാകുമാരിയിൽ നിന്ന് തിരിച്ച് നാഗർകോവിലേക്ക് വന്ന് അവിടെ നിന്ന് മറ്റൊരു ട്രെയിനിൽ ചെന്നൈയിലേക്കോ മറ്റോ പോയിട്ടുണ്ടോ എന്നുള്ള പരിശോധനയാണ് നിലവിൽ നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് വരികയാണ് പോലീസ്. നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിലെ അതുപോലെ തന്നെ കന്യാകുമാരിയിലെ ഉൾപ്പെടെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയും കുട്ടി എവിടെയെങ്കിലും മാറിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാക്കുകയും ചെയ്യും. ഇതിനൊപ്പം ബീച്ചിൽ ഉൾപ്പെടെ പരിശോധന നിലവിൽ കന്യാകുമാരിയിൽ നടത്തുന്നുണ്ട്. നമുക്കറിയാം, ആദ്യം കിട്ടിയ വിവരം അനുസരിച്ചാണ് പോലീസ് അവിടേക്ക് പോയത്. SIയുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടേക്ക് പോവുകയായിരുന്നു. കൂടുതൽ പോലീസിനെ എത്തിച്ചെങ്കിൽ മാത്രമേ വ്യാപകമായ തെരച്ചിൽ നടത്താൻ കഴിയൂ. നിലവിൽ ഇപ്പോൾ തമിഴ്നാട് പോലീസിന്റെ സഹായം കൂടി അവിടെ ലഭിക്കുന്നുണ്ട്. തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടു കൂടിയാണ് തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കൂടുതൽ പോലീസിനെ, കേരള പോലീസിനെ അവിടേക്ക് എത്തിച്ച് തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടു കൂടി വ്യാപകമായി തെരച്ചിൽ നടത്താനുള്ള ശ്രമങ്ങളാണ് പോലീസ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും കുട്ടി അവിടെ എത്തിയതിനു ശേഷം ഇപ്പോൾ ഏകദേശം 3-4 മണിക്കൂർ കഴിയുന്നു. ഓട്ടോ ഡ്രൈവർ നൽകുന്ന വിവരമനുസരിച്ചാണ് അത്തരമൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള സാധ്യതകൾ പോലീസ് പറയുന്നത് ഒന്നുകിൽ കുട്ടി കന്യാകുമാരിയിൽ തന്നെ ഏതോ ഭാഗത്ത് ഉണ്ട്, ആ ഭാഗം എവിടെയാണെന്നുള്ള കണ്ടെത്താനുള്ള ശ്രമം തന്നെയാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ കുട്ടി അവിടെ നിന്ന് മറ്റൊരു ട്രെയിനിൽ നാഗർകോവിൽ ഭാഗത്തേക്കോ മറ്റോ വന്നിട്ടുണ്ടാകാനുള്ള സാധ്യതയും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കാരണം പുലർച്ചെ കന്യാകുമാരിയിൽ നിന്ന് ട്രെയിനുകൾ ഉണ്ട്. പക്ഷേ ഈ ട്രെയിനിൽ കയറി അവിടെ നിന്ന് മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് പോകാനുള്ള ഒരു സാധ്യത ഉണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. പക്ഷേ കുട്ടിയുടെ കൈവശം വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ വീട്ടുകാർ നൽകുന്ന വിവരമനുസരിച്ച് 50 രൂപ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് ചില പരിമിതികളുണ്ട്. പക്ഷേ ഈ ട്രെയിനിൽ ടിക്കറ്റ് എടുക്കാതെയോ മറ്റോ യാത്ര ചെയ്യാനുള്ള സാധ്യതയും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും CCTV ക്യാമറകൾ, CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ടുള്ള ആ ഒരു കാര്യത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് വളരെ നിർണായകമാകും എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. പക്ഷേ അവിടെ ഈ പ്രതിസന്ധി ഉള്ളത് ആദ്യഘട്ടം എത്തിയ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇപ്പോഴും അവിടെ തുടരുന്നത്. കൂടുതൽ പോലീസ് എത്തിയാൽ മാത്രമേ മറ്റ് റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് ഉൾപ്പെടെ പരിശോധനകൾ നടത്താൻ കഴിയൂ. മാത്രമല്ല ഈ റെയിൽവേക്ക് ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങൾ പോലീസ് കൈമാറിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണവും നിലവിൽ നടത്തുന്നുണ്ട്. കാരണം ഈ ട്രെയിനുകളിൽ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അവരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഈ കുട്ടിയുടെ ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. ഏറ്റവും പുതിയ ചിത്രങ്ങൾ ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. അത് ബന്ധിച്ച് പരിശോധനകൾ നടത്തണമെന്ന ഒരു നിർദ്ദേശം കൂടി നിലവിൽ പോലീസ് നൽകിയിട്ടുണ്ട്. പ്രദീപ്.